المسلمين قرب الأنام إلى القيامة مسرعين ظلمت الطغاة بأن حول جناية പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം ആർട്ട് ബീറ്റ്സ് 2024 അതിൻ്റെ ഒരു പരിപാടി തുടങ്ങി. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും സിനിമാ സംവിധായകനുമായ ഷമൽ സുലൈമാനാണ് അതിൻ്റെ ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചത്. അതുപോലെ തന്നെ PTA പ്രസിഡന്റ് അബ്ദുൽ അലി ഷിഹാബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ SMC ചെയർമാൻ സജനു തലീം, പ്രിൻസിപ്പാൾ K സിദ്ദീഖ്, പ്രധാനാധ്യാപിക ER ഗിരിജ, PTA SMC ഭാരവാഹികളായ PP ഇസ്ഹാഖ്, സഫീറ ഗഫൂർ, സ്കൂൾ ചെയർപേഴ്സൺ റീം നിലോഫർ തുടങ്ങിയവരൊക്കെ സംസാരിച്ച ഒരു ചടങ്ങാണ്. 2 ദിവസങ്ങളിലായിട്ടാണ് പരിപാടി നടക്കുന്നത്. കലോത്സവത്തിൽ 5 മുതൽ +2 വരെയുള്ള 500ഓളം പ്രതിഭകളാണ് മാറ്റൊരുക്കുന്നത്. ഏതായാലും ആ ഒരു വീഡിയോ ചടങ്ങിൻ്റെ ഒരു അല്പഭാഗം. നമുക്കറിയാം, കലോത്സവം എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. പുറത്തെടുക്കുക എന്നതാണ് ഈ കലോത്സവം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ ആ കുട്ടിക്ക് ഒരു നല്ല വ്യക്തിത്വം ഉണ്ടാവുകയും ചെയ്യും. ഈ കലോത്സവ വേദികളിൽ നിന്ന് മത്സരിച്ച് ആളുകളാണ് ഇന്ന് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉന്നതരായിട്ടുള്ള പല ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കലോത്സവം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് പ്രാധാന്യം അർഹിക്കുന്നത്. ഓരോ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആന്തരികമായി കുറേ സർഗാത്മകമായ കഴിവുകൾ ഉണ്ട് എന്ന് നമ്മുടെ ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയും അതിലുപരി ഇത്തരത്തിലുള്ള ഫിലിം മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, ഒരുപാട് നല്ല ചിത്രങ്ങൾക്ക് അസിസ്റ്റൻറ്റ് ഡയറക്ടറായും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ജാക്സൺ ബസാർ യൂത്തിലെ നിർമ്മാതാവായും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ആ വ്യക്തി നമ്മുടെ ഈ ഒരു ചടങ്ങിലേക്ക് നമ്മുടെ ഈ ചെറിയൊരു ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയതിൽ PTA-ക്ക് വേണ്ടി, സ്കൂളിന് വേണ്ടി ഞാൻ ആദ്യം എൻ്റെ നന്ദി അർപ്പിക്കുകയാണ്. ഉത്സവങ്ങൾ 3000 ചില്ലുവാനും കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ കരുവാരകുണ്ട് സ്കൂളിൽ ഒരുപാട് പ്രതിഭകളുണ്ട്. അവരുടെ ആ കഴിവ് വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള അവസരമായിട്ടാണ് ഇത്തരത്തിലുള്ള കലോത്സവങ്ങൾ നമ്മൾ കാണുന്നത്. ഇവിടെ പാർട്ടിസിപ്പേറ്റ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് കുറച്ച് കാലമായി നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾക്കുള്ള കഴിവ്, നമ്മൾ ഓരോ വ്യക്തിയിലും എന്തെങ്കിലും ഒരു കഴിവ് ഒളിഞ്ഞിരിപ്പുണ്ടാവും, അത് നമ്മൾ പ്രകടിപ്പിക്കുക. അതിനകത്ത് നമുക്ക് പ്രൈസ് കിട്ടിയോ ഇല്ലയോ എന്നതല്ല, നമ്മൾ ഈ പ്രോഗ്രാമിൽ ഒരു പാർട്ടാവുക എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ള ഈ 2 ദിവസം നമുക്ക് നല്ല രീതിയിൽ സ്കൂളിൻ്റെ ഈ കലോത്സവം കൊണ്ടുപോകാൻ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ PTA ആവശ്യപ്പെടുകയാണ്. ഞാൻ വളരെ സുദീർഘമായി പ്രസംഗിക്കുന്നില്ല, നടത്താൻ മാത്രമുള്ള ഒരു കേപ്പബിലിറ്റി ഒന്നും ഇല്ല. അങ്ങനത്തെ ഒരു ടോപ്പിക്കും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, വളരെ ചുരുക്കത്തിൽ നിങ്ങളെ മുഷിപ്പിക്കാത്ത രീതിയിൽ എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നൊരു സമയം വളരെ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങളുടെ ഏറ്റവും ക്വാളിറ്റി ഉള്ളൊരു സമയത്തിലൂടെയാണ് കുഞ്ഞുങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്താണ് ആക്ച്വലി ഞാൻ എൻ്റെ 9ഉം 10ഉം ഈ സ്കൂളിലാണ് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ സ്ഥലത്ത് നിന്ന് വെച്ചിട്ടാണ്, അതായത് ഇപ്പം ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ വെച്ചിട്ടാണ് ഞാൻ അതായത് എൻ്റെ എല്ലാ ഓറിയൻറ്റേഷനും, എൻ്റെ എല്ലാ ക്രിയേറ്റീവ് ഓറിയൻറ്റേഷൻ്റെയും ബിഗിനിങ് ആക്ച്വലി തുടക്കം ഈ സ്പേസിൽ നിന്നായിരുന്നു. അപ്പോൾ അത്
അതിനെനിക്ക് എൻ്റെ കൂടെ അന്നും ഇന്നും ഇപ്പോഴും വെച്ചാൽ അതിനൊരു ഗ്യാപ്പ് വരാതെ എന്നെ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഇവിടെയുള്ള ഇപ്പോൾ മണിമാഷ് ഇപ്പോൾ ഇവിടെ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഡൗൺഫാൾ ഉണ്ടെങ്കിൽ ഞാൻ കോൾ ചെയ്തിട്ട് സംസാരിക്കുന്ന ഒരു സ്പേസാണ് എനിക്ക് മണിമാഷ്. അതേപോലെ തന്നെ ഇപ്പം രാധിക ടീച്ചർ ക്ലാസ്സിൽ 9 H നിന്ന് ഞങ്ങൾ 9 Gയിലോട്ട് മലയാളത്തിന് പോകും. അപ്പോൾ 9 Gയിൽ മലയാളത്തിന് പോകുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ക്ലാസ്സിൽ ചെന്ന സമയത്ത് ടീച്ചർ ഒരു കുരുക്ഷേത്ര യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റേഡിയോ നാടകം എഴുതാനായിരുന്നു എനിക്ക് കിട്ടിയ ആദ്യത്തെ ഫസ്റ്റ് ടാസ്ക്. അപ്പം ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഉള്ളിലെ കലയെ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ ആത്മാവിഷ്കാര ബോധ്യത്തെ ഞാൻ റിയലൈസ് ചെയ്യുന്നത് ശരിക്കും ആ ഒരു പോയിന്റിലാണ്. പിന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി ഒരു മത്സരത്തിലെ ഒരു പാർട്ടിസിപ്പൻ്റായി നമ്മൾ കൃത്യമായ ഇടവേളകളിൽ എല്ലാ മത്സരത്തിലും പങ്കെടുക്കുന്ന അത്ര ഒരു എക്സ്ട്രോവേർട്ടായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയ സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല ഞാൻ ഭയങ്കര ക്ലാസ് മുറികളിൽ മാത്രം നിന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അധികം ആൾക്കാർക്ക് എന്നെ അറിയാൻ സാധ്യതയില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ 2 വർഷങ്ങളാണ് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ വനശ്രീ അതേപോലെ തന്നെ നമ്മുടെ പുന്നക്കാടുള്ള പ്രതിഭ ലൈബ്രറി, എനിക്കിങ്ങനെ പറയുമ്പോൾ കുറേ ഇമേജസ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഗൗനിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു ആർട്ടിന് വേണ്ടി അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ യുവജനോത്സവ വേദിയിൽ നമ്മൾ വളരെ പ്രിവിലേജ്ഡ് ആയിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു സമയമാണ് നമുക്ക്. അപ്പോൾ നമുക്ക് എല്ലാം ഉണ്ട്, നമുക്ക് ഭക്ഷണം, നമുക്ക് കൃത്യമായ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, പാരൻസും ടീച്ചേഴ്സും ഒക്കെ നമ്മളെല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊന്നും ഇല്ലാത്ത ഒരു ഭൂമിക ലോകത്തിൻ്റെ മറ്റൊരു സൈഡിലുണ്ട്. അതായത് ഇങ്ങനെ രാവിലെ എണീക്കുമ്പം സ്കൂളിലേക്ക് പോകുമ്പം യുദ്ധം നടക്കുമ്പം ബോംബ് വന്ന് വീഴുന്ന് പ്രതീക്ഷിച്ചിട്ട് വാപ്പയും ഉമ്മയും പാരൻസൊക്കെ ഇങ്ങനെ ശരീരത്തിൽ മക്കളെ മേലിൽ ടാറ്റു ചെയ്ത് വിടുക, ചില പെന്നോട്ടൊക്കെ മാർക്കർ ചെയ്ത് പോയിന്റ് ചെയ്ത് വിടുക ചെയ്യുക, അവർ മരിച്ചു കഴിഞ്ഞാൽ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് അവസ്ഥയിലൂടെ കടന്നു പോയിട്ടും നമുക്ക് ഇവിടെ ഒരു എക്സിസ്റ്റൻസ് നോക്കുന്ന ഒരു സമൂഹം നമ്മൾ നമ്മൾക്ക് പാരലായിട്ട് തന്നെ ഉണ്ട്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ആ ആനുകൂല്യങ്ങളെ നമ്മൾ സ്തുതിച്ചുകൊണ്ട് അതേ സമയത്ത് തന്നെ നമുക്ക് ഈ സമയം എത്രത്തോളം പ്രൊഡക്റ്റീവ് ആണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങളെല്ലാവരും ഒന്ന് ചെറുതായിട്ടൊന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളതല്ല, അങ്ങനെ ഞാൻ ഫോഴ്സ് ചെയ്ത് ചിന്തിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു തോട്ട് നിങ്ങളുള്ളിൽ, നമ്മുടെ സമയം, നമുക്കിപ്പോൾ കിട്ടുന്ന ഈ ഒരു പ്രിവിലേജ്, നമുക്ക് കിട്ടുന്ന ഈ ഒരു സംരക്ഷണം, നമുക്ക് കിട്ടുന്ന ഇപ്പം നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്ന് ഭയങ്കര സന്തോഷത്തോടുകൂടി ഇപ്പോൾ വൈകുന്നേരം വരെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു കൃത്യമായ ഒരു കൺവിക്ഷൻ ഉണ്ടല്ലോ, ആ കൺവിക്ഷൻ അതിനൊരു അനുഗ്രഹമായിട്ട് നിങ്ങളെല്ലാവരും കാണുകയും അതേ സമയത്ത് ആ സമയം വളരെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് വിനീതമായി നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ഞാൻ വലിയൊരു സംഭവമാക്കി പറയാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം പിന്നെ ആർട്ട് എന്നുള്ളൊരു സംഭവം കൊണ്ട് മനുഷ്യന്മാർ ആകപ്പാട് ആർട്ട് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം നമ്മൾ സ്വന്തം കണ്ടെത്തുക, ഒരു സ്വയം ആത്മാവിഷ്കാരത്തിനും നമ്മൾ അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു മനുഷ്യനോട്, ഒരു പ്രശ്നം അനുഭവിക്കുന്ന ഒരു മനുഷ്യനോട് അല്ലെങ്കിൽ സമൂഹത്തിൽ താഴെക്കിടയിൽ ഒരാളോട് ഒരു സഹാനുഭൂതി ഉണ്ടാവുക, നമുക്ക് ഒരാളോട് ഒരു കരുണ തോന്നുക, ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു പയ്യന് ഉച്ചക്ക് ലഞ്ച് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ ലഞ്ച് ഷെയർ ചെയ്യാൻ ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ആർട്ട്. അതിനപ്പുറത്തേക്ക് ആർട്ട് എന്നുള്ളത് വലിയ പോക്കാമ്പി അങ്ങനത്തെ വലിയ സംഭവമൊന്നുമല്ല. ഈ ആർട്ട് കൊണ്ട് മനുഷ്യന്മാർ ആകെ അൾട്ടിമേറ്റ്ലി ഉദ്ദേശിക്കുന്നത് നമുക്കൊരു മനുഷ്യനോട് അപ്പുറത്തിരിക്കുന്ന ഒരു മനുഷ്യനോട് ഇച്ചിരി കൈൻഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പം ആ ഒരു കൈൻഡ്നെസ് നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്, നമ്മുടെ പരിസരങ്ങളൊക്കെ അങ്ങനത്തെ കൈൻഡിനെ നമ്മൾ എൻഡോസ് ചെയ്യുന്ന, എൻഹാൻസ് ചെയ്യുന്ന നാടായതുകൊണ്ട് തന്നെ നമുക്കത് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ഫീഡ് ചെയ്ത് തരാൻ അങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടാക്കേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങളോട് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ആദ്യമായി ഇപ്പം ആദ്യ ടീച്ചർക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, ഇവിടെ ബാല്യകാലസഖി എന്ന് പറഞ്ഞൊരു പുസ്തകത്തിനെ കുറിച്ചൊരു അനുബന്ധമായിട്ടൊരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ രാധിക ടീച്ചറൊരു ബാല്യകാലസഖിയുടെ ഒരു കോപ്പി കൊണ്ടുവന്നിട്ട്, അന്ന് ലൈബ്രറി ഒന്നും ഇത്ര സജീവമല്ല, അപ്പോൾ ബാല്യകാലസഖിയുടെ ഒരു കോപ്പി കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ ഓൾമോസ്റ്റ് ഒരു 45 അബവ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ഒരു കോപ്പി വന്ന് തരിക ചെയ്യുക, അപ്പോൾ ഡെയിലി ഓരോരുത്തർ വായിക്കുക. അങ്ങനെ എൻ്റെ കയ്യിൽ ആ പുസ്തകം കിട്ടിയ സമയത്ത് ഞാനതൊരു വൺ ഡേ കൊണ്ട് തന്നെ ഞാനത് വായിച്ച് തീർത്ത്. ദെൻ ആ വായന ബോധ്യമാണ് ഞാൻ പറഞ്ഞത്, ആ വായന കൺവിക്ഷനാണ്. പിന്നെ ഞാനിവിടെ പ്രതിഭയിൽ പോയിട്ട് മെമ്പർഷിപ്പൊക്കെ എടുത്ത് പിന്നെ ഞാനൊരു 2 വർഷം നിരന്തരമായി വായിച്ചിരുന്നു.
അപ്പോൾ ആ 2 വർഷത്തെ വായനാബോധിയാണ് എനിക്ക് എൻ്റെ എപ്പോഴുള്ള എൻ്റെ മുതൽക്കൂട്ട്. കാരണം ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇത്രത്തോളം വായിക്കാൻ പിന്നെ പറ്റിയിട്ടില്ല. ഞാനിപ്പോഴും ഭയങ്കര ആ 2 വർഷം ഭയങ്കര അടിപൊളി, ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിട്ട്. കാരണം ഞാൻ അവിടെ പള്ളി ദർസിലാണ് പഠിച്ചിരുന്നത്, എനിക്ക് ഓർമ്മ, അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുക, ഞാൻ അവിടെ അങ്ങാടിപ്പള്ളിയിലാണ് പഠിച്ചിരുന്നത്. അപ്പം എനിക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ആയിരുന്നു. ലൈക്ക് ഇപ്പം എൻ്റെ ഉസ്താദ് വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ആ പേരും കൂടി ഇവിടെ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മളിപ്പം എല്ലാ അർത്ഥത്തിലും വേറൊരു അവസ്ഥയിലൂടെയാണ് മനുഷ്യന്മാരുടെ രാഷ്ട്രീയ ബോധം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം എൻ്റെ ഒരു കവിത, ഒരു കഥ ഒക്കെ ചന്ദ്രികയിലോ മാധ്യമത്തിലൊക്കെ വരുന്ന സമയത്തൊക്കെ എൻ്റെ എല്ലാ ആളുകളും ഭയങ്കരമായിട്ട് എൻഡോസായി എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ലാലി ടീച്ചർ, ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത് ലാലി ടീച്ചറൊക്കെ ഉണ്ടോ, ലാലി ടീച്ചർ, ദേവാനന്ദ മാഷ്, പിന്നെ ഒരു ഡ്രോയിങ്ങിനൊരു ഷാജി സാർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ലൈഫിൽ നമ്മളെ ഒന്ന് ടേൺ ഔട്ട് ചെയ്യാൻ, ലൈക്ക് നമുക്കിപ്പം നമ്മൾ പോകുന്ന ദിശയിൽ നിന്ന് നമ്മളൊന്ന് ടേൺ ചെയ്യാൻ ഒരു 1-2 ആളുകൾ നമ്മുടെ ലൈഫിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ അങ്ങനെ എൻ്റെ ലൈഫിൽ പ്രത്യക്ഷപ്പെട്ട അങ്ങനെയുള്ളൊരു 4-5 ആളുകളുണ്ട്. ആ 4-5 ആളുകൾ ഈ സ്കൂളിലുള്ള ആൾക്കാരായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. അപ്പോൾ അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കൃത്യമായ നമുക്ക് എന്താ പറയുക, ഇപ്പം പുറത്തൊക്കെ പിള്ളേർ ഒരു ലക്ഷ്യബോധം അല്ലാതെ നമുക്ക് എപ്പോഴും നമ്മളെ സങ്കടമാണെന്ന് വെച്ചാൽ ഇപ്പം എന്താവണം എന്നുള്ളൊരു കൺവിക്ഷൻ പാരൻസിന് നന്നായിട്ടുണ്ട് ഇപ്പം. അപ്പം അത് കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല, അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. അപ്പം എനിക്കിത് പറയാനുള്ളത്, എന്താണ് നമ്മുടെ ഉള്ളിലെ കണ്ടെത്തൽ, നമ്മളെ സ്വയം കണ്ടെത്താൻ നമ്മൾ ഒരു +2 ഒക്കെ കഴിയുമ്പോഴത്തേനെങ്കിലും നമ്മൾ എന്താണ് നമ്മുടെ നമ്മൾ ഏതിലേക്കാണ് നമ്മൾ തിരിയേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്താലൊക്കെ കുറച്ചും കൂടി രസമായിക്കാരം. കാരണം ലൈഫ് കുറച്ചും കൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. മറ്റേ നമ്മൾ കിടന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ സഫർ ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞത് സഫറിങ് ഒക്കെ നമുക്ക് വേണ്ട. ഞാൻ പറഞ്ഞത് എല്ലാത്തിനും ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് പരിപാടിയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിനെ ഫ്രൂട്ട്ഫുൾ ആക്കാവുന്ന, നിങ്ങളുടെ ലൈഫിനെ അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെയിലി